ഫുട്ബോള് ഇഷ്ടമല്ലാത്തൊരു കുറവായിരിക്കും അല്ലേ? ഞാനൊരു ദിവസം ജിമ്മിലത്തെ ലെഗടി കഴിഞ്ഞ് ഫുട്ബോൾ കളിക്കാൻ പോയ കഥയാണ് ഇന്നിവിടെ പറയാൻ പോണത് കേട്ടാ. അപ്പോൾ ടൈം 5:20 കഴിഞ്ഞിട്ടുണ്ട്. പുറത്താണെങ്കിൽ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ലെഗ് അടിക്കാൻ എന്നുള്ള ഒറ്റ മൈൻഡിലാണ്. അപ്പോൾ നേരെ നമ്മുടെ സ്കൂട്ടി പെപ്പുമ്പോൾ മഞ്ഞ റെയിൻകോട്ട് ഇട്ട് ഞാൻ നമ്മുടെ യാത്ര തുടങ്ങി ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മഴയത്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോണത് നല്ല പക്ക ഓൾഡ് സ്കൂൾ ജിമ്മിക്കാണ് കേട്ടോ. അതായത് ഒരു 6-7 വർഷം മുന്നേ ഞാൻ എൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ ജിം തന്നെയാണ്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്തു. അത് കഴിഞ്ഞ് മെല്ലാനെ പോസിങ് പരിപാടികൾ കുറേശ്ശെ ചെയ്തു. അത് കഴിഞ്ഞ് നേരെ വേഗം വീട്ടിലേക്ക് വിടാണ്. നമുക്ക് ഫുട്ബോൾ കളി ഉണ്ടല്ലോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ലെഗിനടിച്ചിട്ട് ഫുട്ബോൾ കളിക്കാനായിട്ട് പോണത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ ബൂട്ട് ട്രിപ്പുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറി ഒരു സ്കൂപ്പ് ക്രിയാറ്റിൻ കൊടുത്ത് നമ്മുടെ ഷേക്കറിലേക്ക് ഇട്ട് 2 കുലുക്കും കുലുക്കി പോസ്റ്റ് വർക്കൗട്ട് മീൽ കൊടുത്ത് വേഗം ഗ്രൗണ്ടിലേക്ക് വിട്ടു. സംഗതി ഞാൻ ഗ്രൗണ്ടിലേക്ക് എത്തിയപ്പോൾ ഇച്ചിരി ലേറ്റായി. പക്ഷെ നമ്മുടെ പിള്ളേരൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്. സംഗതി എന്തോ മാച്ച് നടക്കാൻ തോന്നുന്നു ഗൈസ്. അപ്പം ഞാൻ ബൂട്ടൊക്കെ ഇട്ട് സെറ്റാവാന്ന് വെച്ചു. ഞാൻ വലിയ ഫുട്ബോൾ കളിക്കാരനൊന്നല്ല കേട്ടാ, എന്നാലും എനിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. സംഗതി ബൂട്ടൊക്കെ ഇട്ട് സെറ്റായി നോക്കുമ്പോൾ അവിടെയുള്ള ടീംസ് ഇറങ്ങണില്ല. ലാസ്റ്റ് 2 ഔട്ട് 3 ഔട്ട് എന്നിങ്ങനെ പറഞ്ഞിരിക്കുക. ഞങ്ങൾ ഗ്രൗണ്ട് ബുക്ക് ചെയ്തത് 9 മണിക്കാണ്. സമയം 9:30 ആവാറായിട്ടുണ്ട്. ഞാനെത്തിയപ്പോൾ 9:15. അങ്ങനെ ഞങ്ങൾ 9 തൊട്ട് ഒരു 10:15 വരെ കളിച്ചു. അങ്ങനെ കളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് കുഴികൾക്കിടയിലെ റോഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഫുട്ബോൾ കളിയുടെ ഇടയിൽ ഹാംസ്ട്രിങ് വലിയണതിൻ്റെയും കാഫിൻ്റെയും സുഖാണങ്ങിയ ഈ റോഡുള്ള കുഴികളിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഗ്ലൂട്ട്സിനൊരു പ്രത്യേക ചുഗാണ് ഗൈസ്. നമുക്ക് ഫുട്ബോൾ കളിയുടെ ഇടയിൽ ഇഞ്ചുറീസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടാ. പക്ഷേ ഇങ്ങനത്തെ കുഴികളുള്ള റോട്ടിൽ കൂടെ ഒക്കെ വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മഴക്കാലമാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലൊക്കെയുള്ള റോഡുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനങ്ങനെ വീട്ടിലെത്തി കുളിച്ച് മുടുക്കനായി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.